3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞാച്ചാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള് എന്തുകൊണ്ട് അഖിൽ ഇവർക്കെതിരെ തിരിയുന്നില്ല, അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു. അത് കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും, തെളിവ് സഹിതം പുറത്തു വിടുമെന്ന് അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു, 4 ദിവസം, 4-ാമത്തെ 5-ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. ചെമ്മീൻ ചാടിയ മുട്ടോളം പിന്നെയും ചാടിയ ചട്ടിയോളം എന്നൊരു ചൊല്ലുണ്ട്. ഇപ്പോൾ അതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോണ്ടന്റ് ക്രിയേറ്ററായ അഖിൽ NRDയുടെ വൈഫ് മേഘ ഒളിച്ചോടിയല്ലോ. അപ്പം എന്നിട്ടിപ്പം ഒരു ബസ് കണ്ടക്ടറായിട്ടാണ് ഒളിച്ചോടിയത്. ഇപ്പം 4 ദിവസം അവൻ്റെ കൂടെ താമസിച്ചിട്ട് ഇപ്പം തിരിച്ച് അച്ഛൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ ഒരു വോയിസ് ഞാൻ ഇവിടെ വെച്ച് തരാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ കുടുംബ സുഹൃത്തെന്ന് പറയുന്ന ഒരാളുടെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. അപ്പം ഈ മേഘ ഒളിച്ചോടാനെ കൊണ്ടുള്ളൊരു റീസണാണ് പുള്ളിക്കാരൻ പറയുന്നത്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. ഇനി കുടുംബത്തിന് സ്വന്തം വീട്ടിൽ എന്ത് പ്രശ്നം വന്നാലും പിടിച്ചു നിൽക്കുമോ, മാക്സിമം പിടിച്ചു നിൽക്കുമോ. പിന്നെ ഒട്ടും പിടിച്ചു നിൽക്കാതെ വരുമ്പോഴത്തേക്ക് അത് നിയമപരമായി പോയി അന്തസ്സോടുകൂടി ബന്ധം ഒഴിയുമോ. അതാണ് അന്തസ് എന്ന് പറയുന്നത്. അല്ലാതെ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നതിനല്ല നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ മേഘ കാണിച്ചത് 100-ൽ 101% റോങ് തന്നെയാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ അത് നിയമപരമായിട്ട് മുമ്പോട്ട് പോകാൻ ശേഷം വേറൊരു വിവാഹം കഴിക്കുകയോ ലീഗലി ബന്ധം ഒഴിഞ്ഞതിന് ശേഷം. പക്ഷേ ഒരു ബന്ധം നിൽക്കെ തന്നെ, ഒരു ലീഗലി ഒരു വിവാഹബന്ധം നിൽക്കെ തന്നെ വേറൊരുത്തനുമായിട്ട് ഒളിച്ചോടി പോവുക. ഇപ്പം കണ്ടില്ലേ, ഇല്ല മൂഷിക സ്ത്രീ എന്നും മൂഷിക സ്ത്രീ എന്ന് പറയുമല്ലോ, ആ ഒരു അവസ്ഥയാണ്. ഇതെല്ലാ ആളുകൾക്കും ഉള്ളൊരു തിരിച്ചടിയാണ്. ഒളിച്ചോടി പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ്. കൂടിപ്പോയാൽ നിങ്ങളെ എത്ര ദിവസം നോക്കും? എത്ര ദിവസം നിങ്ങളെ അവസാനം ചണ്ടിയാകുമ്പോഴത്തേക്ക് നിങ്ങളെ വലിച്ചെറിയും. ഇപ്പം 4 ദിവസമേ ആയിട്ടുള്ളൂ. 4 ദിവസം ആയപ്പോഴത്തേക്ക് മടുത്തിട്ട്, ഒന്നുകിൽ മേഘയ്ക്ക് മടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവനിക്ക് മടുത്തിട്ടുണ്ട്. അവൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒന്നാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് കുറേ ഫോട്ടോസൊക്കെ ഇവിടെ വയ്ക്കുന്നുണ്ട്. ഞാൻ പുള്ളിക്കാരി ഇട്ടിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അതിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പം ഇത് കുറേ നന്മമരം കളിക്കുന്ന കുറേ ടീംസുകൾ ഇതിൻ്റെ ഈ ഒരു വിഷയം നടന്നപ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുള്ള വിഷയമാണ്. അത് ഒരുപാട് ആളുകൾ എടുത്ത് ചെയ്തപ്പോഴത്തേക്ക് കുറേ നന്മമരങ്ങൾ വന്നിട്ടുണ്ട്. ആ നന്മമരങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു വാർത്ത, ഈ ഒരു മേഘ ഫോട്ടോ ഇട്ടതുമായിട്ട് ബന്ധപ്പെട്ട് മനോരമ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അതുപോലെ മനോരമ ഓൺലൈനിൽ അങ്ങനെ ഒരുപാട് ന്യൂസ് വൻകിട ന്യൂസ് ചാനലുകളെല്ലാം അവർ ഇത് പുറത്ത് വിട്ടിട്ടുണ്ട്. മനോരമ ഓൺലൈനിൽ കൊടുത്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ പരിഹസിക്കുന്നത് പോലെ മറ്റാരുടെയും കൂടെയല്ല താനുള്ളതെന്ന് മേഘ പറയാതെ പറയുന്നത് പോലെയായിരുന്നു ഈ പോസ്റ്റ്. ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പരിഹാസങ്ങൾക്കിടെ പ്രതികരിച്ച് അഖിൽ NRDയുടെ ഭാര്യ മേഘ മാതൃഭൂമിയിൽ ഇട്ടിട്ടുണ്ട്. മാതൃഭൂമി ഇട്ടേക്കുന്നത് ചെങ്ങന്നൂരിലുള്ള എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് മേഘ തൻ്റെ പുതിയ ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം, ഈ ഒരു കാര്യത്തിൽ പൂർണ്ണ പിന്തുണ അഖിൽ NRDക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. എൻ്റെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. അഖിൽ NRDയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് വീഡിയോയിലേക്ക് ചെയ്യണം. നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഈ വിഷയത്തിൽ? നിയമപരമായിട്ടാണെങ്കിൽ നമുക്ക് തെറ്റാരുടെ ഭാഗത്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയെ നമുക്ക് സപ്പോർട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ ഈ തോന്നിവാസം കാണിച്ചത് മേഘ തന്നെയാണ്. അപ്പം അഖിൽ NRDയാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ അഖിൽ NRD സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം വീഡിയോ. അതുപോലെ എല്ലാവരും ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം. ഇനി ഞാനിവിടെ ഒരു വോയിസ് വെച്ച് തരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുടുംബ സുഹൃത്തെന്ന് പറയുന്ന ഒരു പുള്ളി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് അതിൻ്റെ വോയിസ് നിങ്ങളൊന്ന് കേട്ട് നോക്കേ. ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. ഓ ശരി. കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ അമ്മയും കൂടെ ജീവിക്കുമ്പോ അവര് ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാ വന്നത്. ഒളിച്ചോടിയതല്ല, ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ രണ്ടാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി ഒന്നാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്.
ഇത് ഒന്നാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവും ഉണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ലപോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യനോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബില്ലിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അനൂപിന്റെ അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞ അച്ഛാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടിയും കലവാകുമ്പം തട്ടിമുട്ടിയും നോക്കി ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഈ അജിത്തിന്റെ അഖിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയും ഒക്കെ ചെയ്യുമ്പോ അങ്ങനെ ബസ്സിൽ പോകുമ്പോ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങി പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ, അവളുടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവളുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായിപ്പോയി, ബ്രേക്കപ്പ് ആയിപ്പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനൂപിന് അച്ഛൻ മരിച്ചു പോയ ഒരമ്മയും ഒരനിയനും മാത്രമേ ഉള്ളൂ. അനൂപിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനൂപ്. ജോലി കിട്ടിയെന്നിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു? താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നന്ന് പോകുന്ന അന്നന്ന് കാശ് കിട്ടും. KSRTC-ലാണെങ്കിലും ടെമ്പററി. യദുകൃഷ്ണന്റെ ജോലി, യദുകൃഷ്ണൻ ഇല്ലേ വിവാദ നായിക, ആദ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. ഒന്ന് തോന്നുന്നു 4 ദിവസം. 4-ാമത്തെ 5-ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നത്. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല? ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീല് വരും. വക്കീല് വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ട് പോവുകയില്ലെന്നാ ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനൂപുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനൂപ് ഉപേക്ഷിച്ചിട്ടില്ല. അനൂപിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനൂപിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവരുടെ എത്ര ഫാമിലി ഫ്രണ്ട് ആന്നേ. ഈ പുള്ളി ഞാനും ചങ്ക് ബന്ധമാണ്. അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്. ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖില് ഇവർക്കെതിരെ തിരിയുന്നില്ല?
അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു. അത് കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും, തെളിവ് സഹിതം പുറത്ത് വിടുന്നു അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻകുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുവാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡവും ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. ഓ അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നം ഉണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പക ഉണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്, അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? ആ വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ടു ഞാൻ വരികയില്ലെന്ന്. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കള് അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖില് നിരസിച്ചു. അതാണ് വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് അവളെ ഉള്ളത് ഒറ്റയ്ക്ക്. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ കേസില് ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ. അയാൾക്ക് അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, അച്ഛന് ഏതൊരച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അങ്ങനെ ഒരു ഇത് പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണ് ഇപ്പം. ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളിയുടെ. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? ആ മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, ഓ ശരി, 2 ജോലിക്ക് ഒരു ബന്ധുവുണ്ട്, പിന്നെ 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാ, ഇല്ലം ഫാമിലിയാണ്. അവിടുത്തെ ഒരു പുരാതനമായ ഒരു 4 കെട്ട് വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഒരു 4-5 ഏക്കർ സ്ഥലത്തിന്റെ അകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഇടനാട്. ഓ നല്ല സാമ്പത്തികമുള്ളവരാ. നല്ല സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയുള്ള. എനിക്ക് അറിയാമല്ലോ, ഞാൻ അവിടെ പോയി ഒരാഴ്ചയൊക്കെ താമസിക്കുന്ന പുള്ളിയുടെ കൂടെ. ഓ ശരിയാ. എന്നെ ഭയങ്കര കാര്യമാണ് പുള്ളിക്ക്. എന്ത് കാര്യം ഉണ്ടായാലും പുള്ളി ആദ്യം വിളിച്ചു പറഞ്ഞു എന്നോടാ എന്റെ മോള് പോയെന്നും അവരെ പിടിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആവശ്യം. അന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി എടുത്ത് പുള്ളിയുടെ അടുത്ത് പോവുകയും പിറ്റേന്ന് രാവിലെ ഞങ്ങൾ 2 സ്റ്റേഷനിൽ പോയത് ഈ പയ്യനുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. കാര്യം ഉണ്ടായില്ല. ഓക്കെ. അപ്പം ഈ കുടുംബ സുഹൃത്ത് എന്ന് പറഞ്ഞ പുള്ളി പറയുന്നത് മേഘയുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതൊരു റീസൺ ആണോടെ. ഓരോ വീട്ടിൽ ഓരോ സ്ത്രീകൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ മുറിയും പണിയെടുത്തിട്ട് അവർ സന്തോഷപരമായിട്ട് കുടുംബ ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഇതൊന്നും ഒരു കാരണമല്ല. ഇതൊക്കെ എന്ത് ചെറിയ റീസൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എല്ലാ ഫാമിലി 2 ഫാമിലിയായിട്ട് കൂടി നിർത്തി ഒരു ചർച്ച നടത്തിയിട്ട് തീരുമാനിക്കാനേ ഉള്ളൂ. വേറൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയിട്ടാണോ ഇതൊക്കെ ന്യായീകരിക്കുന്നത്? ഇങ്ങനെ ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചോ അമ്മയെ വിളിച്ചോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലുമായിട്ട് സംസാരിച്ചിട്ടോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുവാണ് വേണ്ടുന്നത്, അല്ലേ? അല്ലാതെ വേറെ ഒരുത്തനുമായിട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടിട്ട് ലാസ്റ്റ് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നതാണോ അപ്പം ആലോചിച്ച് നോക്കി. നമ്മുടെ സമൂഹത്തിൽ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും ഉണ്ടെന്ന് ഓർക്കുമ്പോഴത്തേക്ക് ഒരു കാരണവശാലും ഞാൻ ഇതിനെയൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല. ഞാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്ത് ന്യായീകരണമെന്ന് പറഞ്ഞാലും നമുക്ക് ഇതൊന്നും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലേ? നിയമപരമായിട്ട് ലീഗലായിട്ട് ബന്ധം ഒഴിഞ്ഞിട്ട് 2 പേരും പിരിഞ്ഞു പോയിട്ട് വേറെ ആരോടെ ഇറങ്ങിപ്പോയാലും നമുക്ക് പറയാം അന്തസ്സോടെ പിരിഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയെന്ന് പറയാം. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഇതിനെ പറ്റിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പം ഈ പറഞ്ഞ പോലെ കുറേ നന്മമരം കളിച്ച ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ ഈ വാർത്തകളൊക്കെ ഒന്ന് കാണുക. ഈ സമയത്ത് കുറേ ആളുകൾ നന്മമരം കളിച്ചിട്ടുണ്ട്. അഖിലിനൊന്നും പ്രശ്നമില്ല. അഖിൽ തൊട്ട് പിറ്റേന്ന് തന്നെ ചാനലിലൂടെ വീഡിയോ ഇടുന്നുണ്ട്, എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അഖിലിനൊരു പ്രശ്നമില്ല. പിന്നെന്താണ് ഈ കുറേ നന്മമരങ്ങൾക്ക് ഇത്ര പ്രശ്നങ്ങളെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.